എറണാകുളം നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ കൃഷിയിറക്കിയ എള്ള് വിളവെടുപ്പിന് പാകമായി. പൂവും കായും നിറഞ്ഞു നിൽക്കുന്ന എള്ളും പാടം മനോഹര കാഴ്ചയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ നേര്യമംഗലത്ത് പ്രവർത്തിക്കുന്ന കൃഷിത്തോട്ടത്തിലെ എഫ് ബ്ലോക്കിൽ 1.5 ഏക്കറിലാണ് എള്ള് കൃഷി ചെയ്തത്. വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുന്ന എള്ള് ചെടികൾ പൂത്തുലഞ്ഞ് വെള്ളപ്പൂക്കളുടെ വസന്തകാലം തീർത്തിരിക്കുകയാണ്. ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ ലീ തോമസ്, കൃഷി ഓഫീസർ ശില്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഫ് ബ്ലോക്കിലെ തൊഴിലാളികൾ എള്ള് കൃഷിയുടെ പരിപാലനം നടത്തുന്നത്. കാട് പിടിച്ചുകിടന്ന സ്ഥലം ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കിയത് 3 മാസം മുൻപാണ്. വിതച്ച് 3 മാസത്തിനകം വിളവെടുക്കാമെന്നതാണ് എള്ള് കൃഷിയുടെ പ്രത്യേകത. കാരെള്ളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാമിൻ്റെ എഫ് ബ്ലോക്കിലായിട്ട് എള്ള് കൃഷി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ മാസങ്ങളിലാണ് എള്ള് വിതയ്ക്കേണ്ട സമയം. 1 ഏക്കർ സ്ഥലത്തേക്ക് 1.5 കിലോ തൊട്ട് 2 കിലോ വരെ എള്ള് വിത്ത് ഇതിന് ആവശ്യമാണ്. നമ്മൾ ഈ എള്ള് നടാനായിട്ട് ആദ്യം തന്നെ നിലം 2 പ്രാവശ്യം ഉഴുത് നിലമൊരുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എള്ള് പാകുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം എഫ് ബ്ലോക്കിലുള്ള 8ഓളം തൊഴിലാളികൾ വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഫാമിൻ്റെ നല്ല രീതിയിൽ തന്നെ എള്ള് വളർത്തി വരുന്നു. അന്യം നിന്ന് പോകുന്ന എള്ള് കൃഷിയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ എള്ള് കൃഷി ചെയ്തത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എള്ള് കർഷകർക്ക് വിത്തായും എള്ളെണ്ണ, പലഹാരങ്ങൾ എന്നിവ നിർമ്മിച്ച് കൃഷിത്തോട്ടത്തിലെ തന്നെ വിപണന കേന്ദ്രം വഴി വിതരണം ചെയ്യുമെന്നും സൂപ്രണ്ട് സൂസൻ ലീ തോമസ് പറയുന്നു. ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു കൃഷി രീതി ആയതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ആ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും കഠിനാധ്വാനം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വിളവെടുക്കുന്ന എള്ള് നമുക്ക് എണ്ണയായിട്ടും എള്ളായിട്ടും തന്നെ നമ്മുടെ വിപണന കേന്ദ്രം വഴി വിൽപ്പന നടത്തുന്നതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.